ഇപ്പോഴായി പിന്നെ നനച്ചില്ലേലും കുളിച്ചില്ലേലും സൺസ്ക്രീൻ ഇടാതെ ഞാൻ റൂമിൻ്റെ പുറത്തേക്ക് ഇറങ്ങാറില്ല കേട്ടോ. ഇന്നാണെങ്കിൽ വെയിലത്തിറങ്ങി കൊടും തീയിൽ കുറച്ചധികം പണികൾ ചെയ്യാനുണ്ട്. അതിൻ്റെ ഒരുക്കത്തിലാണ്. എൻ്റെ റൂമിൻ്റെ പുറത്തിറങ്ങണേക്കാൾ മുമ്പ് എൻ്റെ ചെടിക്കുട്ടന്മാർക്ക് ഫുഡ് കൊടുത്തിട്ടേ ഞാൻ ഇറങ്ങാറുള്ളൂ കേട്ടോ. ഈ ഒരു സ്റ്റാൻഡിൻ്റെ ക്വാളിറ്റി എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്കയാണ് മക്കളെ, നമുക്ക് ഇൻഡോർ വെക്കാനായിട്ട് അടിപൊളിയാണ്. ഔട്ട്ഡോർ ആണെങ്കിലും നിങ്ങൾ ഈ ഒരു സ്റ്റാൻഡ് മേടിച്ച് വെച്ചോ. എൻ്റെ ചെടിയൊക്കെ വളർന്ന് തുടങ്ങി കേട്ടോ. ഞാൻ നോക്കുന്നതിന് അവർക്ക് റിസൾട്ട് തന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കുറേ അലക്കാനുണ്ടായിരുന്നു. പണി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിഷുവിന് കുറച്ചധികം പഴയ തുണികൾ കത്തിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പ്ലാസ്റ്റിക് ഒക്കെ മാറ്റി തുണികൾ കത്തിക്കുകയാണ്. പിന്നെ കുറേ പേര് കത്തിക്കുന്ന കാണുമ്പോൾ ചോദിക്കും, നിങ്ങളുടെ ഒരുപാട് ഡ്രസ്സ് ഉണ്ടെങ്കിൽ ആർക്കെങ്കിലും ഒക്കെ കൊടുത്തുവിടുന്നത്. സത്യമായിട്ട് മക്കളെ, ഒരു 2 മാസം കൂടുമ്പോൾ ഒരു 2-3 കിറ്റ് നിറച്ച് ഡ്രസ്സുകൾ ഞാൻ എല്ലാവർക്കും കൊടുക്കാറുണ്ട്. ഇതാണെങ്കിൽ ഒരുപാട് ഇട്ട് പഴകിയ ഡ്രസ്സ്, അതെങ്ങനെയാണ് നമ്മൾ വേറെ ആക്കി കൊടുക്കുക. അപ്പോഴാണ് നമ്മൾ മാങ്ങ കണ്ടത്. ഒരുപാട് പുളിയുറുമ്പുണ്ട് കേട്ടോ മാങ്ങയിൽ. ഒരെണ്ണം അങ്ങനെ എടുത്ത് കഴിക്കാൻ തോന്നി, ഒരു പുളിയൊക്കെ തട്ടാൻ തോന്നി വായയിൽ. അപ്പോൾ എല്ലാ മാങ്ങയും ചെനച്ച് നിൽക്കുകയാണ്. നമ്മുടെ വീട്ടിൽ ഒരുപാട് ചപ്പിക്കുടിയുണ്ട്. ഏറ്റവും വലിയ രസം, മൂവാണ്ടം വെച്ചാലും പ്ലീയൂര് വെച്ചാലും മയിൽപ്പീലിക്കുടിയും വെച്ചിട്ടുണ്ടെങ്കിലും നമ്മുടെ വീട്ടിൽ അത് വളർന്നു വരുമ്പോൾ അത് ചപ്പിക്കൂടിയാവും. അത് ഞങ്ങളുടെ ഭൂമിയുടെ ഒരു പ്രത്യേകതയാണ് കേട്ടോ. ഞാൻ നോക്കുമ്പോൾ അങ്ങനെ കൊലച്ച് നിൽക്കുകയാണ്. ഇതെല്ലാം കൂടെ ഒരുമിച്ച് പഴുക്കും. നമ്മൾ വീട്ടിൽ ഇപ്പോൾ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാവേണ്ട കാര്യം നിങ്ങൾക്ക് മനസ്സിലായില്ല. മാങ്ങ കഴിച്ചിട്ട് വേഗം അടുക്കളയിൽ വന്ന് കുറച്ചധികം വെള്ളം കുടിച്ചിട്ടോ. കാരണം കരിഞ്ഞുണങ്ങി പോയിട്ടുണ്ടായിരുന്നു. ഞാൻ അടുക്കളയിൽ ചെന്നപ്പോഴാണ് ഒരു പ്രൊഡക്റ്റ് ഞാൻ വാങ്ങിച്ച കാര്യം ഓർത്തത്. കാരണം നമ്മുടെ സ്ലാബ് മൊത്തം കറിപ്പാത്രങ്ങൾ കൊണ്ടും ചോറ് കൊണ്ടും നിറഞ്ഞിരിക്കും. അപ്പോൾ കുഞ്ഞടുക്കളയാണെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എല്ലാം സ്ലാബിൽ ഇങ്ങനെ നിറഞ്ഞിരിക്കും. അങ്ങനെ സ്പേസ് ലാഭിക്കാൻ പറ്റിയൊരു സാധനമാണ് കേട്ടോ. അത് ഭയങ്കര ക്വാളിറ്റിയാണ്. എൻ്റെ വീട്ടിലും കീത്തുൻ്റെ വീട്ടിൽ ഇത് കൊണ്ട് വെച്ചിട്ടുണ്ട്. കാരണം ഞങ്ങളുടെ കുഞ്ഞടുക്കളയാണല്ലോ. അപ്പോൾ ഇപ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഗ്ലാസ് സ്റ്റാൻഡും ഈ സാധനങ്ങളൊക്കെ ആയതുകൊണ്ട് എനിക്ക് ആ ഒരു ഭാഗം ഭയങ്കരമായിട്ടും ഒതുങ്ങിയിരിക്കുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ മീൻകറി വെച്ചിട്ടുള്ള കലടക്കം നമുക്ക് ഇതിൽ സേഫായിട്ട് വെക്കാം കേട്ടോ. അപ്പോൾ എല്ലാതും നമുക്ക് ഒറ്റയടിക്ക് കാര്യം കഴിഞ്ഞു. സ്ലാബ് നല്ല ഒതുങ്ങി കിടക്കുകയും ചെയ്യും. നിങ്ങൾ മസ്റ്റായിട്ട് മേടിച്ചോ. അങ്ങനെ വേഗം തന്നെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞാൻ ഡ്രസ്സുകളൊക്കെ എടുത്ത് വയ്ക്കുകയാണ്. ഒരു 3 ദിവസം വീട്ടിലേക്ക് പോയി നിൽക്കാൻ ഒരു വലിയൊരു ആഗ്രഹം. കുത്തി നിറച്ച് പാട്ടിലേക്ക് പോകാനായിട്ട്. വെക്കേഷൻ ആഘോഷിക്കാൻ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ പോയിട്ടുണ്ടോ? കമൻറ്റ് ചെയ്യുക.